ഹലോ ഡിയേഴ്സ്, ഞാൻ രശ്മിയാണ്. ഇതൊരു കുഞ്ഞി സൺഡേ വ്ളോഗാണ് കേട്ടോ. എനിക്ക് ഫുൾ ഡേ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ദിവസമാണ്. ഉച്ചയാകുമ്പോഴത്തേക്ക് ലഞ്ചൊക്കെ എടുത്താണ് ഓഫീസിൽ പോയത്. എന്നാലും അച്ചൂട്ടൻ ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പോൾ സൗര്യം കെടുത്താൻ തുടങ്ങി തന്നെ. അപ്പം ഞാൻ ഓഫീസിലേക്ക് വരട്ടെ, എനിക്ക് ടൗണിൽ നിന്ന് ഒരു അത്യാവശ്യം സാധനമൊക്കെ വാങ്ങിക്കാമല്ലാണ്, പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വാശി പിടിച്ച് ബാഗും തൂക്കി വന്നേക്കുക. ബാഗിലൊന്നുമില്ല, അവനൊരു കുപ്പി വെള്ളവും പിന്നെ എന്താണ് കുടയുണ്ട്, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അവൻ എന്തിനാ ഇങ്ങനെ ഓരോ ഉണ്ടാക്കി ഓഫീസിലേക്ക് വരണേന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? മുന്നേ എൻ്റെ വ്ളോഗൊക്കെ കണ്ട ചിലവർക്ക് അറിയുണ്ടാവും. വേറെ ഒന്നിനല്ല, ചിലപ്പോൾ ശരി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു KK ബേക്കറി ഉണ്ട്, അങ്ങോട്ട് ഫോൺ ചെയ്ത് അവിൽ മിൽക്ക് ഓർഡർ ആക്കുക, എന്നിട്ട് അത് കുടിക്കുക. അതിന് വേണ്ടിയിട്ട് അടവെടുത്ത് വരുന്നതാണ് അവൻ കേട്ടോ. അപ്പോൾ അവൻ്റെ അത്യാവശ്യമായിട്ട് മേടിച്ച ഇട്ടാപ്പൊട്ടി ഉണ്ടല്ലോ, അതെല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബോംബിട്ട് കൊല്ലുന്നെ. വരുന്ന വഴിക്ക് ബേക്കറിയിൽ നിന്ന് അവന് വേണ്ട ഒരു ബിസ്ക്കറ്റും 2 ഐസും പിന്നെ പിങ്കുട്ടിക്ക് കോഴിമുട്ടയും വാങ്ങിച്ചിട്ടുണ്ട്. പിങ്കുവിന് ചോറിന് കൊടുക്കാനായിട്ട് വേറെ ഒന്നുമില്ല, അപ്പോൾ മുട്ട വാങ്ങിച്ചാണ് കേട്ടോ. കൂട്ടത്തിൽ ഞാനും അവൻ്റെ ഇട്ടാപ്പൊട്ടി ഒന്ന് പൊട്ടിച്ച് എങ്ങനെയുണ്ട് എന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിച്ചക്കൻ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഭാവി എൻ്റെ ഒരു യൂട്യൂബറാണ് അവൻ കേട്ടോ. അവനെ ഈ യൂട്യൂബ് ചാനൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് ഒരു ഭാഗത്തിരിക്കാൻ. അപ്പോൾ മഴയൊക്കെ പെയ്ത് തുറന്ന് നമ്മുടെ തോടും പാടമൊക്കെ പഴയൊരവസ്ഥയിലേക്ക് ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാലത്തിൻ്റെ മേലെയൊക്കെ കുറേ ഇട്ടാപ്പൊട്ടി അവൻ അവിടെ നിന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവന് അങ്ങനെയാണ്, എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 3/4 ഭാഗം കഴിച്ചിട്ടേ വീട്ടിലേക്ക് പോകുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഏട്ടനും ഷെയർ കൊടുക്കണ്ടേ പപ്പാതി. അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടവാണ് കേട്ടോ. പാടത്തെ ആ ചാലിലുള്ള വെള്ളമൊക്കെ കുറഞ്ഞ് കുഞ്ഞു കുഞ്ഞു മീനുകളെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് നോക്കി അവിടെ ഇവിടെയും കളിയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആള്. അവൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അടങ്ങി പോവില്ല ചക്കൻ, നമ്മളെയും വീഴ്ത്തും അവനും വീഴും, അങ്ങനെ കാലിൻ്റെ ഉള്ളിൽ കൂടെ കിടന്ന് കളിക്കും കേട്ടോ. നമ്മുടെ താഴത്തെ വീട്ടിലെ മുയൽ പ്രസവിച്ചിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ആ കുഞ്ഞുണ്ണികളൊക്കെ ഒന്ന് എത്തി നോക്കാൻ വേണ്ടി അവിടേക്ക് വന്നതാണ്. അപ്പോൾ ആ അമ്മ മുയലിന് അത്ര ഇഷ്ടമായില്ല തോന്നുന്നു. അതിങ്ങനെ ഒരുമാതിരി സൗണ്ടൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ വേഗം അവിടുന്ന് ഓടിപ്പോന്നു കേട്ടോ. തറവാടിൻ്റെ ഉമ്മത്തെ ഒരു നായ കിടന്നെയാണ്. അപ്പോൾ എൻ്റെ ചെക്കൻ ചെന്ന് അതിനെ ആട്ടി വിട്ടുകയാണ്. ഇവനെ ഒറ്റയ്ക്ക് നായയുടെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ നായ ഭയങ്കര കുറയായിരിക്കും. അപ്പോൾ ഇവൻ്റെ സ്വഭാവം ഇതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഉണ്ണിച്ചക്കൻ ആദ്യം ഞാൻ വന്നപ്പോഴത്തേക്കും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. നല്ല അടിപൊളി ചായ ഉണ്ടാക്കും എൻ്റെ ചെക്കൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഉമ്മറത്തിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. ഏട്ടനുള്ള ചായ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സൺഡേ വ്ലോഗ്, കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്ത് കൂടെ കൂട്ടണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒരു കുഞ്ഞി കമൻറ്റും ആയിട്ടും അറിയിക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഈയിടെയായിട്ട്, പക്ഷെ നമ്മുടെ വീഡിയോസിന് ഒട്ടും വ്യൂസ് ഇല്ല. അപ്പോൾ നമ്മൾ സബ് ചെയ്താൽ മാത്രം പോരെ, നിങ്ങൾ നമ്മളുടെ വീഡിയോസ് നല്ല രീതിക്കൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ.